CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി നേരിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും. 4 ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഓഫീസിൽ തിരിച്ചെത്തുന്നത്. സ്ഥലമാറ്റം വേണ്ടെന്ന് കാണിച്ച് കളക്ടർക്ക് അപേക്ഷ നൽകും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ ഈ വില്ലേജ് ഓഫീസർ സ്ഥലമാറ്റം ആവശ്യപ്പെട്ടതും ഈ നേതാവിൻ്റെ ഭീഷണിയുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അതിനുശേഷം വീണ്ടും വില്ലേജ് ഓഫീസർ അവിടെ ആ ഓഫീസിലേക്ക് തന്നെ തിരികെ എത്തുന്നു, ചുമതല ഏറ്റെടുക്കാനെത്തുന്നു അവധി കഴിഞ്ഞതിന് ശേഷം. വിവരങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? റിജിത്ത്, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നാരങ്ങാനം വില്ലേജ് ഓഫീസർ ആയിട്ടുള്ള ആളും അതേപോലെ തന്നെ ഏരിയ സെക്രട്ടറിയും തമ്മിലായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. നാരങ്ങാനം വില്ലേജ് ഓഫീസറായിട്ടുള്ള ജോസഫ് ജോർജും അതേപോലെ തന്നെ CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി സഞ്ജുവും തമ്മിലുണ്ടായ പ്രശ്നമാണ് പിന്നീട് അത് വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. അതായത് ഈ റവന്യൂ കുടിശ്ശിക അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വില്ലേജ് ഓഫീസർ വിളിച്ചതാണ് പ്രകോപനത്തിന് കാരണമാവുകയും വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഈ ജോസഫ് ജോർജ് ഈ പരാതി അടക്കം നൽകിക്കൊണ്ട് കളക്ടറെ സമീപിക്കുകയും അവധി അപേക്ഷ നൽകുകയും അത് വലിയ വാർത്തയും പ്രതികരണവും ഒക്കെ മാറുകയും ചെയ്താൽ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. 4 ദിവസത്തോളം നീണ്ട അവധിക്ക് ശേഷമാണ് ഓഫീസിൽ തിരിച്ചെത്തുന്നത്. സ്ഥലം മാറ്റം വേണ്ടെന്ന് കാണിച്ച കളക്ടർക്ക് അപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അണികളിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് ഏരിയ സെക്രട്ടറി MV സഞ്ജു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ജോസഫ് ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത്. അതിനിടെ ഈ സാമ്പത്തിക വർഷം അവസാനിച്ചെങ്കിലും MV സഞ്ജു ഇതുവരെ കുടിശ്ശികയുള്ള നികുതി അടച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടിയുണ്ട്. പക്ഷേ സഞ്ജു ഇന്ന് നേരിട്ടെത്തി കുടിശ്ശിക അടയ്ക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പലതരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. റിജിത്ത്, ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.